എനിക്ക് പ്രസവിക്കണ്ടേ. ശരി, അപ്പൊ ഇത് വായിക്കൂടെ കക്കിടാനുള്ള പ്ലാനാണോ? ഇതാര്? സിസ്റ്റർ. മിസ്റ്റർ അല്ല സിസ്റ്റർ. എന്താ നിന്റെ പേരെന്താ? രേഷ്മ. നിങ്ങള് APL ആണോ BPL ആണോ? നമ്മള് BSL. ഞാൻ വല്ലതും വിളിച്ച് പറയുവേ. അയ്യോ, വിളിച്ചാലും കിട്ടൂല. 3-4 മാസമായിട്ട് കട്ടായി കിടക്കുക. ഞാൻ വേറെ നമ്പർ തരാം, അതി വിളിക്കൂ. നിന്റെ ഒരു നമ്പർ ഇങ്ങോട്ട് വേണ്ട, അങ്ങോട്ട് മതി. അതെ, ആ പറ മോളെ, എന്താ ജോലി? ഞാൻ ഇടയ്ക്ക് തൊഴിലുറപ്പിലൊക്കെ പോവാറുണ്ട്. നിന്റെ പണി എന്തുവാ? നിന്റെ പണി എന്തുവാ? ഇവള് ജോലിക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാ വീട് അനാഥമായി പോവല്ലോ. അപ്പൊ ഒരു കാവൽക്കാരനെ പോലെ ഞാൻ ഇവിടെ കാണും. പറഞ്ഞ പോലെ തന്നെ ഒരു പണിക്കും പോവില്ല, കള്ളത്തീറ്റി അത്രേ ഉള്ളു. ശരി കൊച്ചേ, നീ ഒരു കാര്യം ചെയ്യ്. നീ ദാരിദ്ര്യമൊക്കെ താഴെയാണോ മുകളിലാണോ എന്ന് പറഞ്ഞു തന്നെ. നമ്മള് ദാരിദ്ര്യക്ക് താഴെയാണോ മുകളിലാണോ എന്നൊക്കെ അവൻ സമ്മതിക്കുകയല്ല. അവൻ ആ കൊച്ചിനൊരു സ്വസ്ഥതയും കൊടുക്കുകയല്ല. ഇനിയും ഒരു ഞാൻ ദാരിദ്ര്യമൊക്കെ താഴെയെന്ന് എഴുതിക്കോളാം. ഞാൻ എഴുതിക്കോളാം. അങ്ങ് ചുമ്മാ ഓരോന്ന് കിടന്നങ്ങ് പറയും. എന്റെ പൊന്ന് പേടിക്കണ്ട കേട്ടോ. നീ ഒരു കാര്യം പറയാം, നിങ്ങൾ മാത്രമല്ല ഇവിടെ പ്രസവിക്കാൻ വന്ന് കിടക്കുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിലെ കൊച്ചു പെൺപിള്ളേരൊക്കെ പോകുന്നുണ്ട്. നിന്റെ ഈ പരിപാടി ഇവിടെ നടക്കത്തൊന്നുമില്ല, മനസ്സിലായില്ലേ? മര്യാദക്ക് ഇരുന്നോണം, പറഞ്ഞേക്കാം. സിസ്റ്ററെ, ഇങ്ങോട്ട് വന്നേ. താമസത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? രേഷ്മേ, ഒരു കാര്യമുണ്ട് കൊച്ചേ. ഇവിടുന്ന് കിട്ടുന്ന പൈസ മൊത്തം ഞാൻ വാടക കൊടുത്ത് തീർക്കുവന്നേ. പിന്നെ ഇന്നലെ ഞാനൊരു എന്റെ ഒരു ഗുഡ് ബി പരിചയപ്പെട്ടായിരുന്നു. അവന്റെ കൂടെ താമസം മാറ്റാനുള്ള ശ്രമത്തിലാണ്. താമസമല്ല ചോദിച്ചത്, ഇവിടെ എവിടെ കിടക്കണ്ടേന്ന്. ആ രണ്ടുപേരും കൂടെ ഒരു വട്ടേ കിടക്ക്. നമുക്ക് വീട്ടിലെ പോലെ തന്നെ ഇവിടെ നമ്മൾ രണ്ടുപേരും കിടന്നോളാൻ പറഞ്ഞു. അയ്യോ, അവന്റെ സന്തോഷം കണ്ടില്ലേ? വീട്ടിൽ രണ്ടുപേരും കൂടെ ഒരുപോലെ വീട്ടിൽ കിടക്കുന്നതാണല്ല പറഞ്ഞത്. പിന്നെ അപ്പുറത്തെ വാട്ടി കിടക്കുന്ന ബിന്ദുവിന്റെ കൂടെ പോയി കിടക്കും. എനിക്ക് താല്പര്യമാണ്, പക്ഷെ എവിടെ സമ്മതിക്കൂല. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നോളാം. എന്താണ്? അല്ല, നിനക്ക് അങ്ങ് സഹിക്കുന്നില്ല. എന്താണ് നിങ്ങളല്ലേ പറഞ്ഞു പോയി കിടക്കാൻ? ഞാൻ നിനക്ക് കിടക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ആ കൊച്ചു പോയി കിടക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അയ്യോ, അവള് പോയി കിടന്ന ഭർത്താവായി ഞാൻ എവിടെ കിടക്കും? നിന്നെ പോലെയുള്ള കിഴങ്ങൻ ഭർത്താക്കന്മാർക്ക് കിടക്കാൻ. അതുകൊണ്ട് അതേ ഹോസ്പിറ്റലിന്റെ വാതിക്കൽ ഒരു ആൽമരം കണ്ടാ? അതിന്റെ ചവിട്ടി പോയി കിടാ. അയ്യോ, അതിന്റെ ചവിട്ടി കിടന്ന കാക്ക തൂറൂലേ? അയ്യോ, നീ എവിടെ കിടക്കുന്നെന്ന് പറഞ്ഞു കാക്കക്ക് തൂറുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തര്? ഞങ്ങള് ഭാര്യയും ഭർത്താവും. നിങ്ങൾക്ക് എന്തര്? എനിക്കൊരു കുന്തിരി. നോക്കടി, കോമഡി ഇട്ടാതായപ്പോ കുന്തരെന്ന് പറഞ്ഞിട്ട് പോണത്. ചേട്ടാ വന്നിരി. ഞാൻ വരുന്നില്ല. കൊച്ചേ, നിനക്ക് കിട്ടിയതൊന്നും പോരെ? അല്ല, പിന്നെ ഇവര് ഓരോന്നൊക്കെ പറയണം. പറഞ്ഞോട്ടെ ചേട്ടാ, ഒന്നും നോക്കണ്ട. നമുക്കേ കുഞ്ഞിന്റെ പേരൊക്കെ നോക്കണ്ടേ? നോക്കണം. അച്ഛൻ പറഞ്ഞേക്കുന്നത് മണ്ണിന്റെ മണമുള്ള പേരിടണമെന്നാ. അങ്ങനെയാണെ മണ്ണിരേന്നിടാ. മണ്ണിരേന്നാ? അതപ്പോ മണ്ണിനടിയിലല്ലേ, മണ്ണിന്റെ മണവും ഉണ്ടാവും. പെണ്ണുമ്പളെ മണ്ണിന്റെ പുറത്തുള്ള പേര് വേണം. അങ്ങനെയാണ് വേട്ടവളിയിൽ നിന്നത്. അത് തന്നെ, മണ്ണിന്റെ പുറത്തുനിന്ന് എടുത്ത് മേളിലോട്ട് കൊണ്ട് വെച്ച് കൂടുണ്ടാക്കുമല്ലേ അതിന്റെ പണി. ഈ പെണ്ണുങ്ങൾ പറയുന്ന എനിക്ക് പിടിക്കണില്ല. ഞാൻ പറഞ്ഞാ കേട്ടോ. അച്ഛന്റെ പൊന്നേ, തക്കുടു വാവേ, മക്കൾ അമ്മയുടെ വയറ്റി എന്തൊരു ചെയ്യണ്? അമ്മയുടെ വയറ്റി കൊച്ചു പാനിപൂരി കച്ചവടം ചെയ്യുന്നു. ഇവരെ കൊണ്ട് ഭയങ്കര ശല്യമാണല്ലേ. ചുമ്മായിരുന്നോണോ? മക്കളെ, തക്കുടു വാവേ, പുറത്ത് വന്നിട്ട് അച്ഛനെ കാണണ്ടേ? പൊന്നു കൊച്ചേ, നിനക്ക് എന്തേലും സ്വാധീനം ഉണ്ടോ അതിനകത്ത് തന്നെ കേടാ? ഇവര് ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നത്. സിസ്റ്ററെ, എനിക്കൊരു സംശയമുണ്ട്. നിനക്ക് ഇപ്പോഴും തീർന്നില്ലടാ നിന്റെ സംശയം. നിനക്ക് എന്താണ്? അതായത് നമുക്ക് ജനിക്കണ കൊച്ചു. നമുക്ക് എങ്ങോട്ട് കയറി പോണു? അല്ല, നമുക്ക് ജനിക്കണ കൊച്ച് അത് എന്നെ പോലെ ഇരിക്കാൻ വല്ല മാർഗമുണ്ടോ? എടാ, അതെങ്കിലും മനുഷ്യക്കോലത്തിൽ ജനിക്കട്ടടാ. ബോഡി ഷെയ്മിങ് അല്ല, ബോഡി ഷെയ്മിങ് എങ്ങനെ കിട്ടി? എവിടുന്ന് കിട്ടിയടി ഇവനെ? പോയതാ. അപ്പൊ ഞാൻ അറിയാതെ ഇവിടെ വന്നിട്ട് പെറ്റിട്ട് പോയോടി? നീ പോയിന്നല്ല, ഞാൻ പെട്ടുപോയിന്ന്. പക്ഷേ അവിടെ അങ്ങനെ പോയിക്കട്ടെ. ബിന്ദുവിന്റെ ഭർത്താവുണ്ടോ? ബിന്ദുവിന് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നേ. ബിന്ദുവിന്റെ ഭർത്താവ് ഒരു ബസ്സിൽ കയറി പോയല്ലേ? എന്തിന്? അവൻ കുറച്ചു മുമ്പ് ട്രിപ്പിന് പോകണമെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ പോയി. ഞാൻ 3 ബസ്സിൽ കയറ്റി അങ്ങ്. എന്റെ ദൈവം, നീ അവിടെ പോയി. സോറി. അയ്യോ, എടാ, കൊച്ചു പേടിച്ചിട്ടാ. നീ ആ കൊച്ചിന്റെ 2 കഥവെല്ലാം പറഞ്ഞു കൊടുക്കും. രണ്ട് മിമിക്രി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും. തമാശയാ. തമാശ നീയും കൊച്ചും കൂടി കേട്ടോണം. ഒരു അക്വേറിയത്തില് 11 മീനുണ്ട്. അതിലൊരു മീൻ ചത്തുപോയി. അക്വേറിയത്തിൽ വെള്ളം കൂടുമോ കുറയുവോ? കൂടുവോ കുറയുവോ? കൂടൂല. പക്ഷെ കൂടും. അതെങ്ങനെ? കൂട്ടത്തി ഒരുത്തൻ ചത്തില്ലേ? അപ്പൊ ഈ 10 മീനും കൂടി കരയുമ്പോ കണ്ണീര് കൊണ്ട് വെള്ളം കൂടും. എന്റെ പൊന്നു കൊച്ചേ, ഞാൻ പറഞ്ഞില്ലേ അവിടെങ്ങാനെ കിടന്നോ? എന്റെ സിസ്റ്ററെ, ഇതൊക്കെ എന്ത് തമാശ! കുഞ്ഞ് പുറത്തേക്ക് വന്നാലേ ഇവനെ കൊണ്ട് വായിപ്പിക്കാൻ വേണ്ടി 101 തമാശകളാണ് ഏട്ട എഴുതി വെച്ചത്. ഒരു കാര്യം ഉറപ്പായി. എന്താന്ന്? നിന്റെ മരണം ഈ കുഞ്ഞിന്റെ കൈ കൊണ്ട്.
കൊച്ചേ ആപ്പിള മുന്തിരിയോ വല്ലതും കഴിക്കുന്ന കൊച്ചേ? ഒന്നും വേണ്ട സിസ്റ്ററെ. ഭർത്താവ് വല്ലതും കഴിക്കുന്നത് കൊച്ചേ? നമുക്കൊന്നും വേണ്ട. നമുക്ക് പിന്നെ എന്തിനാണ് ഈ പുല്ല് ഇവിടെ ഇരിക്കുന്നത്? ഞാൻ തിന്നോളാം. എല്ലാം മേലുള്ള ഒരാള് കാണുന്നുണ്ട്, മറക്കണ്ട. ആയിരിക്കുന്നതാണോ? CC ക്യാമറ സർക്കാരിന്റെ അല്ലേ? കാണൂല. ഇവിടുത്തെ ഒരു CC ക്യാമറ വർക്ക് ആവില്ലേ? ഇല്ല. ദൈവമേ ഭാഗ്യം, മൂത്രപ്പരെ മാറി കയറിയത് ആരും കണ്ടിട്ടില്ല. എന്താ വെച്ചേ? അയ്യോ എടുക്കുന്ന വേദന. എവിടാ? അയ്യോ രേഷ്മയ്ക്ക് വേദന. അയ്യോ രേഷ്മയ്ക്ക് വേദന. പെട്ടെന്ന് കയറ്റി പ്രസവിപ്പിക്കുക. ഇനി അവിടെ തള്ളിപ്പോന്നു. ഇവനെ പേടിക്കണ്ടപ്പാ, പതിയാ പതിയാ. അയ്യോ ഞാനിപ്പോ പതിയെ പെട്ടെന്ന് കുഞ്ഞിനെ കൊണ്ട് തരണേ. എന്റെ ഭാര്യ പ്രസവിക്കാൻ കയറ്റിയതാ. ഒന്ന് പ്രാർത്ഥിക്കണേ, കഷ്ടമുണ്ട്. എല്ലാരും കൂടി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. രേഷ്മയുടെ ഭർത്താവുണ്ടോ? അയ്യോ ഉണ്ട് ഉണ്ട്. സിസ്റ്റർ എന്തോ സിസ്റ്ററെ എവിടെ പോണേ? ഇവിടെ എന്തോ ആയുധ വീട്. ഓടിപ്പോയി മേടിച്ചോ. അയ്യോ അയ്യോ അയ്യോ. എന്താണോ ഇത്? ഭയങ്കര ഇംഗ്ലീഷ് എനിക്ക് വായിക്കാം. എന്റെ ഭാര്യ പ്രസവിക്കാൻ ഞാൻ ആരെ വിളിച്ചു പറയൂ? അയ്യോ ദൈവമേ, നല്ലൊരു കുഞ്ഞിനെ എനിക്ക് തരണേ. രേഷ്മയുടെ ഭർത്താവുണ്ടോ? ഇവിടെ ഉണ്ട്. രേഷ്മ പ്രസവിച്ചു, പെൺകൊച്ച്. എനിക്ക് പെൺകൊച്ച് ജനിച്ച്. സിസ്റ്ററെ, ആ കൊച്ചിനെ ഒന്ന് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമോ? ചെറിയ ആട്ടല്ലേ, കൊണ്ടുവരാ.